ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് PSC. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വെച്ചാൽ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. കേരള PSC ക്യാംകോയുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഒരു എക്സാം വരുന്നുണ്ട് സെപ്റ്റംബർ 15-ന്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ പാർട്ട് 1 ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 20 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഫയറിംഗ് ഓർഡർ ഓഫ് എ 6 സിലിണ്ടർ ഇൻലൈൻ ലെഫ്റ്റ് ഹാൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് ഇസ്. ഓപ്ഷൻസ് 142635, 153624, 124653 ആൻഡ് 135642. ഓക്കെ, ഇപ്പോൾ 6 സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് 142635 ആണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ബി കൂടെ കാണാം. ഓക്കെ, 153624 കൂടെ കാണാം, പക്ഷേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് 142635 ആണത്. അന്നത്തെ PSCയുടെ ആൻസർ കീ അത് തന്നെ ആയിരുന്നു. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ അതായിട്ട് കാണിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഒപ്റ്റൈൻ നമ്പർ ഓഫ് LPG fuel is lower than n-heptane, lower than iso-octane, higher than iso-octane, equal to iso-octane. അതിൻ്റെ കറക്റ്റ് ആൻസർ ഹയർ ദാൻ iso-octane ആണ്. ഓക്കെ, ഒക്ടൈൻ നമ്പർ ഓൾറെഡി ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്താണ് ഒക്ടൈൻ നമ്പർ എന്നൊക്കെ. അപ്പോൾ അതിൽ ആ LPG ഫ്യൂവലിൻ്റെ ഒക്ടൈൻ നമ്പർ എന്ന് പറയുന്നത് iso-octaneക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ബൈ മോണോ ബ്ലോക്ക് ഇസ് പ്രിഫേർഡ് ടു ഇൻഡിവിജ്വൽ സിലിണ്ടർ കൺസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ് കോമ്പാക്ട് എഞ്ചിൻ സൈസ്, ഈസി മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, ബെറ്റർ വാട്ടർ സീൽഡ് ജോയിൻറ്റ്, ഓൾ ഓഫ് ദി അബോവ്. അതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. ഇപ്പോൾ സിലിണ്ടർ ബ്ലോക്ക് മോണോ ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, സിലിണ്ടർ ഹെഡ്, ഓക്കെ, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ക്രാങ്ക് കേസ്, ഇത് മൂന്നും ഒരുമിച്ച് അങ്ങ് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ മോണോ ബ്ലോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കണ്ടറിയാം, കണ്ടോ. അപ്പോൾ അതിൻ്റെ ഓൾ ഓഫ് ദി അബോവ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ സൈസ് കോമ്പാക്റ്റ് ആയിരിക്കും, അതുപോലെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഈസി ആയിരിക്കും, ബെറ്റർ വാട്ടർ സീൽഡ് ജോയിൻ്റ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വാട്ടർ സീൽഡ് ജോയിൻ നമ്മൾ ഒരുമിച്ച് ഒറ്റ സാധനമായിട്ട് ഉണ്ടാക്കുമ്പോൾ സീലിംഗ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഭാഗമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അവിടെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു മോണോ ബ്ലോക്ക് ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ ലൂസ് ഫിറ്റ് ബിറ്റ്വീൻ എ ഡ്രൈ സിലിണ്ടർ ലൈനർ ആൻഡ് സിലിണ്ടർ ബ്ലോക്ക് വുഡ് കോസ് ഹോട്ട് സ്പോട്ട്സ്, high operating temperatures, distortion of cylinder block, stress concentration. Okay, so loose fit between dry cylinder liner and cylinder block. Okay, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ആണ്. നമുക്ക് എന്താണ് ഈ ഡ്രൈ ലൈനർ, കണ്ടോ, ഡ്രൈ ലൈനർ, വെറ്റ് ലൈനർ, ഫിൻഡ് ലൈനർ. ഇപ്പോൾ ഡ്രൈ ലൈനർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പിസ്റ്റണ് സിലിണ്ടർ ബ്ലോക്കിനുള്ളിലൂടെ നമുക്ക് മൂവ് ചെയ്യുന്നത്, അതാണ് ഡ്രൈ ലൈനർ എന്ന് പറയുന്നത്. വെറ്റ് ലൈനർ ആണെങ്കിൽ ഇവിടെ ഒരു ഓയിൽ റിങ്സ് വെച്ചിട്ട്, കണ്ടോ, ഇവിടെ സീൽ റിങ്സ് ഉണ്ടാവും, അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഫിൻഡ് ലൈനർ ആണെങ്കിൽ ഈ ഫിൻസ് വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടും ഫിൻഡ് ലൈനറിൽ. ഇപ്പോൾ ഡ്രൈ ലൈനറിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ആ ലൂസ് ഫിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെക്കുക, ഒരു പെൻ എടുത്ത് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഓപ്ഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ പാർട്ട് ഓഫ് പിസ്റ്റൺ ഇൻറ്റൻഡഡ് ടു സ്ട്രെങ്തൻ ദ പിസ്റ്റൺ ഹെഡ് സോ ആസ് ടു വിത്ത്സ്റ്റാൻഡ് ദി ഫോഴ്സ് ഓഫ് എക്സ്പ്ലോഷൻ ഇസ് പിസ്റ്റൺ സ്കേർട്ട്, പിസ്റ്റൺ ബോസ്, പിസ്റ്റൺ ലാൻഡ്, പിസ്റ്റൺ വെബ്. പിസ്റ്റണിൻ്റെ ഏത് പാർട്ടാണ് ഒരു എക്സ്പ്ലോഷൻ ഫോഴ്സ് വരുമ്പോൾ പിസ്റ്റൺ ഹെഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്? പിസ്റ്റൺ ഹെഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പിസ്റ്റണിൻ്റെ ഭാഗം ഏത്? എപ്പോൾ ഈ എക്സ്പ്ലോഷൻ വരുന്ന സമയത്ത്. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ സക്ഷൻ കഴിഞ്ഞാൽ, കംപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു കമ്പസ്റ്റനാണ് നടക്കുന്നത്, അല്ലെ, ഒരു എക്സ്പ്ലോഷനാണ് നടക്കുന്നത്. ആ എക്സ്പ്ലോഷൻ പിസ്റ്റണിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പിസ്റ്റൺ വെബാണ്. നമുക്ക് പിസ്റ്റൺ ഒന്ന് നോക്കാം. പിസ്റ്റണിൽ അവിടെ പിസ്റ്റൺ പിന്നുണ്ട്, ഈ പുറം ഭാഗമാണ് പിസ്റ്റൺ സ്കേർട്ട്, ഇവിടെ ഓയിൽ റിങ്സ് ഉണ്ട്, തൊട്ട് മുകളിലത്തേതാണ് പിസ്റ്റൺ ലാൻഡ് എന്ന് പറയുന്നതിന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്രൗൺ സപ്പോർട്ട് വെബ്, കണ്ട, ഇത് ഉള്ളിലുള്ള ഭാഗമാണ്. നമുക്ക് പുറമെ നോക്കിയാൽ നമുക്ക് കാണില്ല, ഉള്ളിലുള്ളൊരു ഭാഗമാണ്. ആ വെബാണ് ഈ ഒരു പിസ്റ്റണിൻ്റെ മുകളിൽ എക്സ്പ്ലോഷൻ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. In case of offset pistons, the piston pin hole axis is made offset from cylinder center line towards the major thrust side, minor thrust side, major or minor thrust side, non-thrust side. അതിൻ്റെ ആൻസർ മേജർ ഓർ മൈനർ ത്രസ്റ്റ് സൈഡാണ്. അപ്പോൾ അതുപോലെ നമുക്ക് പിസ്റ്റൺ ഒന്നുകൂടി നോക്കാം. ഇതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ, ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഓഫ്സെറ്റ് ആണ്. അതായത് പിസ്റ്റൻ്റെ ആക്സിസ് കണ്ടോ, പിസ്റ്റൻ്റെ ഹോൾ കണ്ടോ, ഇവിടെ ക്രാങ്ക് കണ്ടില്ലേ, അത് രണ്ടും ഒരേ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓഫ്സെറ്റ് ഇവിടെ 0 mm കൊടുത്തത്. നമ്മൾ കുറച്ചൊരു ഭാഗം ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 14 mm ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡിസ്റ്റൻസ്. ഓക്കെ, ക്രാങ്കിൻ്റെ ആക്സിസ് നിന്നും ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് പിസ്റ്റൻ്റെ ഹോള് വെച്ചിട്ട് പ്രവർത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഓഫ്സെറ്റ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അങ്ങനെ ഓഫ്സെറ്റ് പിസ്റ്റൺ ചെയ്യുകയാണെങ്കിൽ, ചോദ്യം കൂടെ നോക്കാം. അങ്ങനെ ഓഫ്സെറ്റ് പിസ്റ്റൺ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? പിസ്റ്റൺ പിൻ ഹോൾ ആക്സിസ് മെയ്ഡ് ഓഫ്സെറ്റ് ഫ്രം ദ സിലിണ്ടർ സെൻറ്റർ ലൈൻ ടുവേർഡ്സ്. എങ്ങോട്ടാണ്, ഏത് ഭാഗത്തേക്കാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും ചെയ്യാം. അപ്പോൾ നമുക്ക് മേജർ ആക്സിസ് എന്താണ് കണ്ടോ, ഒരു പിസ്റ്റൺ നോക്കുകയാണെങ്കിൽ ഈ വലിയ ഭാഗമാണ് മേജർ ആക്സിസ്. ഇതിലേക്കാണോ ഓഫ്സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈനർ ആക്സിസ്, രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പിസ്റ്റൺ ഹോള് ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ദി മെറിറ്റ്സ് ഓഫ് എ സൈഡ് വാൽവ് എൽ ഹെഡ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എക്സെപ്റ്റ് ഹൈ വോളിമെട്രിക് എഫിഷ്യൻസി, ലോ എൻജിൻ ഹൈറ്റ്, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, സൈലൻറ്റ് ഓപ്പറേഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഹൈ വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. അതായത് എൽ ഹെഡ് വെച്ചിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് മെക്കാനിസം ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ എല്ലാ മെറിറ്റുകളാണ് ഒന്ന് ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഒന്ന് ഡീമെറിറ്റാണ്. ആ കൊടുത്ത ഹൈ വോളിമെട്രിക് എഫിഷ്യൻസിയാണ് ഡീമെറിറ്റ്. ബാക്കിയെല്ലാം ലോ എൻജിൻ ഹൈറ്റ്, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, സൈലൻറ്റ് ഓപ്പറേഷനൊക്കെ ഒരു എൽ ഹെഡിൻ്റെ മെറിറ്റ്സ് ആണ്. അപ്പോൾ എൽ ഹെഡ് ഓപ്പറേറ്റിംഗ് എങ്ങനെ ഉണ്ടാവും കണ്ടോ, ഇവിടെ ഈ ഒരു പിസ്റ്റൺ ഈ ഭാഗത്താണുള്ളത്. അതുപോലെ വാൽവിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമൊക്കെ ഈ ഭാഗത്താണ്, കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പാർക്ക് പ്ലഗിന് അവിടെ നിന്ന് കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലെന്ന് കാണാം, കണ്ടോ? അതാണ് എൽ ഷേപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എഞ്ചിൻ ഹെഡ് കോമ്പാക്റ്റ് ആയിരിക്കും, സൈലൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും, അതൊക്കെ അതിൻ്റെ മെറിറ്റ്സ് ആണ്. പക്ഷേ വോളിമെട്രിക് എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബെൻഡ് ഓഫ് എ വാൽവ് സ്റ്റെം ക്യാൻ ബി സ്ട്രെയിറ്റൻഡ് ബൈ വാൽവ് സ്റ്റെം സ്ട്രെയിറ്റ്നർ, വാൽവ് സ്റ്റെം ഗ്രൈൻഡർ, ഡയൽ ഗേജ്, നൺ ഓഫ് ദി അബോവ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി അബോവ് ആണ്. ഇപ്പോൾ വാൽവ് സ്റ്റെം എന്ന് പറഞ്ഞാൽ വാൽവ് സ്റ്റെം സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഈ വാൽവ് സ്റ്റെം സ്ട്രെയിറ്റ്നർ, ഗ്രൈൻഡർ എന്നുള്ള സാധനങ്ങളൊന്നും കൊണ്ടല്ല അവിടെ ബെൻഡ് സ്ട്രെയിറ്റ് ആക്കുന്നത്. ഓക്കെ, അതിന് വേറെ തന്നെ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത്, വാട്ട് കുഡ് ബി ദ പ്രോബബിൾ റീസൺ ഓഫ് നെക്കിംഗ് ഓഫ് വാൽവ് സ്റ്റെം? ലീക്കേജ് ഓഫ് ഗ്യാസസ് അറ്റ് വാൽവ് സീറ്റ്, എക്സസീവ് വാൽവ് ക്ലിയറൻസ്, ലാക്ക് ഓഫ് വാൽവ് ലൂബ്രിക്കേഷൻ, വീക്ക് വാൽവ് സ്പ്രിംഗ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലീക്കേജ് ഓഫ് ഗ്യാസസ് അറ്റ് വാൽവ് സീറ്റ്. ഓക്കെ, വാട്ട് കുഡ് ബി ദ പ്രോബബിൾ റീസൺ ഓഫ് നെക്കിംഗ് ഓഫ് വാൽവ് സ്റ്റെം? വാൽവ് സ്റ്റെം നെക്ക് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടോ, കണ്ടോ? ഇത് നമ്മൾ സാധാരണ ഒരു വാൽവ്, ആ വാൽവ് നെക്കിങ് കണ്ടോ, ഇവിടെ ഒരു ഭാഗത്ത് ഡയമീറ്റർ കുറഞ്ഞു പോകും, അതാണ് നെക്കിങ് ഡൗൺ. ഇപ്പം നെക്കിങ് ഡൗൺ ആവാനുള്ള അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വാൽവ് സീറ്റിൽ നിന്നും ഗ്യാസസ് ലീക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഈ നെക്കിങ് ഡൗൺ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഇസ് യൂഷ്വലി ഡ്രിവൺ ബൈ എ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി, ക്യാം ഷാഫ്റ്റ് ഗിയർ, ലേ ഷാഫ്റ്റ് ഗിയർ, മെയിൻ ഷാഫ്റ്റ് ഗിയർ. അതിൻ്റെ കറക്റ്റ് ആൻസർ ക്യാം ഷാഫ്റ്റ് ഗിയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഡയഗ്രം നോക്കാം. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് കണ്ടോ, താഴെ കാണിച്ചിരിക്കുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടോ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ദിസ് വൺ ഇസ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിന് മുകളിൽ ഇവിടെ കണ്ടല്ലോ ഓയിൽ ഗാലറീസ്. ഓക്കെ, ഓയിൽ ഗാലറീസ്. ആ ഓയിൽ ഗാലറീസിനെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റ് എവിടെയാണ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ്. ഓക്കെ, ഇതാണ് ക്യാം ഷാഫ്റ്റ്. മനസ്സിലായി? ക്യാം ഷാഫ്റ്റിലൂടെയാണ് ഓയിലിനെ സപ്ലൈ ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഇസ് യൂഷ്വലി ഡ്രിവൺ ബൈ. അപ്പോൾ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഡ്രൈവ് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് ഗിയർ ആണ്.
ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ദ പേർപ്പസ് ഓഫ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് ഇസ് ടു മെയിൻറ്റെയിൻ ദി വർക്കിംഗ് പ്രഷർ ഓഫ് എ വാട്ടർ കൂളിംഗ് സിസ്റ്റം equal to atmospheric pressure, higher than atmospheric pressure, lesser than atmospheric pressure, independent of atmospheric pressure. ഇപ്പോൾ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഈക്വൽ ആക്കാനാണോ, ഹയർ ദാൻ ആക്കാനാണോ, അതിനെ ലെസ്സർ ദാൻ ആക്കാനാണോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ആക്കാനാണോ? അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഹയർ ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. നമുക്ക് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള കൂളിംഗ് മീഡിയം പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ മനസ്സിലെ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാക്കി വെക്കാൻ വേണ്ടിയിട്ട്, കൂടുതലാക്കി വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സാധാരണ ഒരു ഫിഗറാണ്. നമുക്ക് വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു സാധനമാണ് റേഡിയേറ്റർ. ആ റേഡിയേറ്ററിന് മുകളിലുള്ള പ്രഷർ ക്യാപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. അപ്പോൾ നമ്മളൊരു പ്രഷർ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ സാധനം മൂടി വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is not an advantage of multi-cylinder air-cooled engine when compared to multi-cylinder water-cooled engine? Gets warmed up quickly, lighter in weight, maintains uniform cooling all around the cylinders, easy maintenance. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻസ് യൂണിഫോം കൂളിംഗ് ഓൾ അറൗണ്ട് ദ സിലിണ്ടേഴ്സ്. അതായത് മൾട്ടി സിലിണ്ടർ വാട്ടർ കൂൾഡ് എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടി സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിന് ഉള്ള അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, മൾട്ടി സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ ആണെങ്കിൽ ഗെറ്റ്സ് വാംഡ് അപ്പ് ക്വിക്ക്ലി, പെട്ടെന്ന് ചൂടാകും. അത് ലൈറ്റർ ഇൻ വെയിറ്റ് ആണ്, കാരണം വാട്ടർ കൂൾഡിനേക്കാളും ലൈറ്റർ ആണ് എയർ കൂൾഡ്. പക്ഷെ എന്ത് ചെയ്യൂല? മെയിൻറ്റെയിൻസ് യൂണിഫോം കൂളിംഗ് ഓൾ അറൗണ്ട് ദ സിലിണ്ടേഴ്സ് ചെയ്യൂല. അത് കാരണം വെച്ചാൽ എഞ്ചിൻ്റെ ഫ്രണ്ട് സൈഡ് എന്താണ് ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ ബാക്ക് സൈഡ് വരുമ്പോൾ അവിടെ ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് എല്ലാ ഭാഗവും എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലുള്ള കൂളിംഗ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? എയർ കൂൾഡ് എഞ്ചിന് കഴിയില്ല. അത് വാട്ടർ കൂൾഡിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് വൺ ഈസി മെയിൻ്റെനൻസ് ആണ്. എയർ കൂൾഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ കൂൾഡിനേക്കാളും ഈസി മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, so next question. The part of an overhead valve mechanism arranged between the valve tappet and a rocker arm is pull rod, push rod, tie rod, pull and push rod. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പുഷ് റോഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം എഞ്ചിൻ്റെ ഘടന. ഈ ഒരു ഫിഗർ വളരെ നല്ലപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ടാപ്പറ്റ് എവിടെയാണ്, പുഷ് റോഡ് എവിടെയാണ്, റോക്കർ ആം എവിടെയാണ്, വാൽവ് എവിടെയാണ്, ക്യാം എവിടെയാണ്, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കണ്ടോ, ഇവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, കണ്ടില്ല? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ചെയിൻ വഴി ക്യാം ഷാഫ്റ്റ് റൺ ചെയ്യുന്നു. ക്യാം ഷാഫ്റ്റിൻ്റെ മുകളിൽ ടാപ്പറ്റ് ഉണ്ടാകും, ടാപ്പറ്റിൻ്റെ മുകളിൽ പുഷ് റോഡ് ഉണ്ടാകും, പുഷ് റോഡിൻ്റെ മുകളിൽ റോക്കറാം ഉണ്ടാവും. ഈ റോക്കറാമാണ് വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറ്റിൻ്റെയും റോക്കറാമിൻ്റെയും ഇടയിൽ എന്താ ഉണ്ടാവുക? എന്താണുള്ളത്? ഇവിടെ പുഷ് റോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Specific gravity of a lubricating oil can be determined by a rotameter, orifice meter, anemometer, hydrometer. അതിൻ്റെ ആൻസർ വരുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ റോട്ടാമീറ്റർ എന്താ യൂസ് ചെയ്യുന്നത്? റോട്ടാമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി വോളിമെട്രിക് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ എ ക്ലോസ് ട്യൂബ്. ഒരു ക്ലോസ് ട്യൂബിലെ വോളിമെട്രിക് റേറ്റ്, ഡിസ്ചാർജ് അളക്കാൻ വേണ്ടിയിട്ടാണ് റോട്ടാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഓറിഫൈസ് മീറ്റർ ആണെങ്കിൽ അതും ഈ ഫ്ലോ മെഷറിംഗ് ഡിവൈസ് തന്നെയാണ്. പക്ഷെ അവർ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റോട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഡ്രോപ്പ് വേരിയബിൾ ഏരിയ മാറും, പക്ഷേ പ്രഷർ ഡ്രോപ്പ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു മെഷറിംഗ് ഡിവൈസാണ് റോട്ടാമീറ്റർ. പക്ഷേ ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏരിയ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയില്ലേ, ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓറിഫൈസ് പ്ലേറ്റ് ഉണ്ടാവില്ലേ, ഒരു റൗണ്ട്, നമ്മളൊരു ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചാടും അല്ലേ, അതാണ് ഓറിഫൈസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏരിയ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ വരുന്ന വെള്ളത്തിൻ്റെ ഹെഡിനനുസരിച്ച് പ്രഷർ മാറും. പക്ഷേ റോട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ ഏരിയ മാറിക്കൊണ്ടിരിക്കും, പ്രഷർ ഡ്രോപ്പ് സെയിം ആയിരിക്കും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ.
ഇനി അനിമോമീറ്റർ, ഇത് 2 പ്രാവശ്യം പി എസ് സിക്ക് ചോദിച്ചാണ്. അനിമോമീറ്റർ എന്തിനാണ്? വിൻഡ്. ഓക്കെ, അപ്പോൾ വിൻഡായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അത് അനിമോമീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാനുവൽ മെത്തേഡ് കോമൺലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലെവൽ. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലെവൽ മാനുവലായിട്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? an oil level indicator, an oil pressure gauge, an oil dipstick, an oil pressure warning light. എന്തായിരിക്കും? അതൊരു ഓയിൽ ഡിപ്സ്റ്റിക് ആണല്ലേ. നമ്മുടെ വണ്ടിയിലൊക്കെ ഉണ്ടാവും. ഒരു എഞ്ചിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞില്ലേ, എഞ്ചിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഓയിൽ ഡിപ്സ്റ്റിക് ഉണ്ടാവും. ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ ഈ ഡിപ്സ്റ്റിക്ക് മുക്കി വെക്കും. മുക്കിയിട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ലെവൽസ് ഉണ്ടാവും. ആ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇനഫ് ആണെങ്കിൽ മുകളിലായിരിക്കും ഓയിൽ ഉണ്ടാവുക, വളരെ മോശം ഓയിൽ ലെവലാണെങ്കിൽ ഏറ്റവും താഴെയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ മിനിമം ഒരു ആവറേജ് ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ടുണ്ടാവും. ഓക്കെ, അതൊരു സാറ്റിസ്ഫാക്ടറി ഓയിൽ ലെവലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഒരു എല്ലാ ബൈക്കിലൊക്കെ കാണുന്നൊരു കാര്യമാണ്. അതുപോലെ കാറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. അതാണ് ഓയിൽ ഡിപ്സ്റ്റിക്ക്. അടുത്ത ദിവസം നോക്കാം. എഞ്ചിൻ ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ്സ് ആർ യൂഷ്വലി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് ബിക്കോസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഹൈ പ്രഷർ റേഷ്യോസ്, ഹൈ ഡിസ്ചാർജ്, ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ്, വേരിയബിൾ സ്പീഡ് ആപ്ലിക്കേഷൻസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എക്സ് ആണ് ഇവിടെ കൊടുത്തത്. അത് പി എസ് സിൻ്റെ ആൻസർ കീയിൽ എക്സ് ആണ് കൊടുത്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. ഓക്കെ, ഹൈ ഡിസ്ചാർജോ ഹൈ പ്രഷർ റേഷ്യോസ് ഒന്നല്ല, കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. ഓരോ സൈക്കിളിൽ നിശ്ചിത വോളിയം ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പാണ് അല്ലേ. പിസ്റ്റൺ നമ്മൾ അകത്തോട്ടേക്ക് വലിക്കുമ്പോൾ ഒരു വോളിയം എടുക്കുന്നു, അതേ വോളിയം ഡിസ്ചാർജ് ചെയ്യുന്നു. അടുത്ത സൈക്കിളിലും അതേ വോളിയം തന്നെയാണ് വലിക്കുന്നത്. അതുപോലെയാണ് ഗിയർ പമ്പ്, വെയിൻ പമ്പ്, സ്ക്രൂ പമ്പ്, ലോബ് പമ്പ്, ഇതൊക്കെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല, അത് ഓരോ സൈക്കിളിൽ നിശ്ചിത വോളിയം ഡിസ്ചാർജ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടായിരിക്കാം ഇവിടെ എക്സ് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം ദ ബ്ലോ ബൈ ഗ്യാസസ് ഡ്രോൺ ഫ്രം ദ ക്രാങ്ക് കേസ് ഇസ് ഫെഡ് ടു ദി combustion chamber, air vent opened to the atmosphere, inlet manifold, exhaust manifold. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻലെറ്റ് മാനിഫോൾഡ്. നമുക്ക് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം നമുക്ക് നോക്കാം. ഇതാണ് ക്രാങ്ക് കേസ്, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റമാണ് ഈ കാണുന്നത്. അവിടെ ഈ പ്യുവർ ബ്ലാക്ക് കാണുന്നതാണ് ബ്ലോ ബൈ വേപ്പർ, ഇവിടെ ഫ്രഷ് എയർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്രാങ്ക് കേസിൽ വരുന്നൊരു ബ്ലോ ബൈ ഗ്യാസസ്, ഓക്കെ, ഗ്യാസസ് ബ്ലോ ചെയ്ത ഒരു ഗ്യാസസ് ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഒരു പൈപ്പ് കൂടെ അങ്ങ് വിടും. അതാണ് PCV ഹോസ്. ഓക്കെ, ഇതിലൂടെ അങ്ങോട്ട് വിടും. ഇതിലൂടെ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാസസ് വീണ്ടും എങ്ങോട്ട് വരും? ഇതാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഓക്കെ, ഇതാണ് ഇൻലെറ്റ് മാനിഫോൾഡ്, ഇതാണ് ഇൻലെറ്റ് വാൽവ്. ഇത് ഇൻലെറ്റ് വാൽവ്, ഇത് ഇൻലെറ്റ് മാനിഫോൾഡ്. ആ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കയറി വരും. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ ഫ്രഷ് എയറും ഇതിലൂടെ എങ്ങനെ വരും കണ്ടോ? ഇതാണ് ഫ്രഷ് എയർ. ഇപ്പോൾ ഈ ഫ്രഷ് എയറും ഈ ബ്ലോ ബൈ ഗ്യാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇൻലെറ്റ് വാൽവ് തുറന്നിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലോ ബൈ ഗ്യാസസ് എങ്ങോട്ടാണ് വരുന്നത്? ഇൻലെറ്റ് മാനിഫോൾഡിലേക്കാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പാർട്ട് ഓഫ് ദ കാർബറേറ്റർ വേർ എയർ വെലോസിറ്റി ഈസ് ദി മാക്സിമം. ഓക്കെ, എയർ വെലോസിറ്റി ഈസ് ദി മാക്സിമം. എയർ ഹോൺ, വെഞ്ചൂറി, മീറ്ററിംഗ് ജെറ്റ്, നോസിൽ. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ വെഞ്ചൂറിയാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? വെഞ്ചൂറിയിലാണ്. അപ്പോൾ വെഞ്ചൂറി എവിടെയാണ് നമുക്ക് നോക്കാം. ഇതാണ് ഒരു നോർമൽ കാർബറേറ്ററിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വെഞ്ചൂറി എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്ഷൻ, ഈ ക്രോസ് സെക്ഷൻ വളരെ കുറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ് വെഞ്ചൂറി എന്ന് പറയുന്നത്. ഇതാണ് ഫുൾ മീറ്ററിംഗ് ജെറ്റ്. ഇതിലൂടെ നമുക്ക് പെട്രോൾ വന്നിട്ടാണ് ഇതിലൂടെ നമുക്ക് മിക്സ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മിക്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എയർ ഇവിടെ നിന്ന് വരുന്നു, എയർ മുകളിൽ നിന്ന് വരുന്നു, പെട്രോൾ ഇവിടെ നിന്നും സ്പ്രേ ചെയ്യുന്നു, വെഞ്ചൂറിയിൽ വെച്ചിട്ടത് മിക്സ് ചെയ്തിട്ടാണ് എയർ ഫ്യൂൽ മിക്സറായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എയർ വെലോസിറ്റി കൂടുക എവിടെയായിരിക്കും? ക്രോസ് സെക്ഷൻ ഏരിയ കുറവായിട്ടായിരിക്കും. ഇനി വേറെ ക്വസ്റ്റ്യൻ വരികയാണ്, പ്രഷർ എവിടെയാണ് കുറയുക? പ്രഷർ കുറയുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രഷർ ഇവിടെ കുറയുന്നു, വെലോസിറ്റി കൂടുന്നു. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പ്രഷർ കുറയുന്നതും വെലോസിറ്റി കൂടുന്നതും അത് രണ്ടും സെയിം പ്ലേസിലേക്കും, അതാണ് വെഞ്ചൂറി.
എ പെട്രോൾ എഞ്ചിൻ റിക്വയർസ് എ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ അറ്റ് ക്രൂയിസിങ്, ഐഡ്ലിംഗ്, സ്റ്റാർട്ടിംഗ്, ആക്സലറേഷൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രൂയിസിങ് ആണ്. അപ്പോൾ ലീൻ എയർ ഫ്യൂൽ മിക്സർ, ലീനും റിച്ച് മിക്സർ എന്നൊക്കെ പറഞ്ഞാൽ, റിച്ച് മിക്സർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സസ് ഫ്യൂവൽ ആയിരിക്കും. ലീൻ മിക്സർ എന്ന് പറഞ്ഞാൽ എക്സസ് എയർ ആയിരിക്കും. ഫ്യൂവൽ കുറവും എയർ കൂടുതലാണ് ലീൻ മിക്സർ. അതുപോലെ ഫ്യൂവൽ കൂടുതലും എയർ കുറവുമാണ് റിച്ച് മിക്സർ. ഇപ്പോൾ ഈ ക്രൂയിസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ലീൻ എയർ ഫ്യൂൽ മിക്സറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഐഡ്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു റിച്ച് മിക്സറിൻ്റെ ആവശ്യമുണ്ടാവും. സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് റിച്ച് മിക്സറിൻ്റെ ആവശ്യം വേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ പോവാണ്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ കൂടുതൽ മിക്സറാണ് അവിടെ പോകുന്നത്. ഓക്കെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ക്രൂയിസിങ് ആണ്. ഇപ്പോൾ ലീൻ എയർ ഫ്യൂൽ മിക്സർ വേണ്ടത് ക്രൂയിസിങ്ങിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following carburetors does not contain separate accelerating pump circuit? സെപ്പറേറ്റ് ആക്സലറേറ്റിംഗ് പമ്പ് സർക്യൂട്ട് വേണ്ടാത്ത കാർബറേറ്റർ താഴെ കൊടുത്തതിൽ ഏതാണ്? സോളക്സ്, സെനിത്ത്, കാർട്ടർ, SU. ഓക്കെ. സോളക്സ് കാർബറേറ്റർ, സെനിത്ത് കാർബറേറ്റർ, കാർട്ടർ കാർബറേറ്റർ, SU കാർബറേറ്റർ. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് SU കാർബറേറ്ററാണ്. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ 2 ക്വസ്റ്റ്യൻ മുന്നേ ഓൾറെഡി ഞാൻ ഒരു കാർബറേറ്റർ കാണിച്ചതു അല്ലേ? അപ്പോൾ അതിൽ വേറെ ഒരു ആക്സലറേറ്റിംഗ് പമ്പ് സർക്യൂട്ട് അവിടെ നിന്ന് വെഞ്ചൂറിലേക്ക് വന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഒരു സെപ്പറേറ്റ് പമ്പ് സർക്യൂട്ട് ഇല്ലാത്ത ഒരു കാർബറേറ്റർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് SU കാർബറേറ്ററാണ്. ഇതാണ് SU കാർബറേറ്ററിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം ഒരൊറ്റൊരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്സലറേറ്റ് സർക്യൂട്ട് ഇതിൽ വരുന്നില്ല. സോ SU കാർബറേറ്ററാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒരു 1, 2, 3 പ്രാവശ്യം കാണുക. അതിൽ തന്നെ നമുക്ക് ഒരുപാട് വേറെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് ഒരു പെന്നെടുത്ത് വെച്ചത് എഴുതിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടുക. നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ലെസൻ്റെ ക്രാക്ക് ചെയ്യുക എന്നുള്ള ഇതിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തത്. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ്.